ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി എൻ്റെ നെറ്റ് കട്ടായി. എൻ്റെ നെറ്റ് ഇന്നലെ രാത്രി തീർന്ന് ഞാനിത് ഇപ്പോഴാണ് നെറ്റ് ചാർജ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്നൊക്കെ നെറ്റൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചാർജ് ചെയ്യും, അതിനുള്ള വഴിയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. അപ്പം ഇപ്പോഴാണ് എൻ്റെ ഫോണ് ഉണർന്നത്. ഇത്ര നേരം ഉറങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഉണർന്ന് വന്നിട്ടുള്ളത്. ഇപ്പം 5:30 ഇവിടെ 5:30 വൈകിട്ട്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അപ്പം ഞാൻ ഇന്നൊരു ചെറിയൊരു കാര്യം പറയാനാണ് വന്നേട്ടോ. അപ്പം നമ്മളൊക്കെ കേരളീയരല്ലേ? ഇവിടെ പാട്ട് സമ്മതിക്കൂല അവർ. അപ്പം ഞാൻ ഇവിടെ ഒരു പള്ളിയിൽ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ട് ഭയങ്കര പാട്ടായിരുന്നു കേട്ടോ. നമ്മൾ പാട്ട് ഇതിനകത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ. അപ്പം അതുമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ പോവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിർത്തി വെച്ചത്. അപ്പം ഇപ്പം ഇച്ചിരി അത് സമാധാനത്തിൽ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോഴേ നമ്മളെല്ലാവരും കേരളീയരാണല്ലേ. നമ്മൾ കേരളത്തിൽ ജനിച്ചാണ്. ഞാൻ കേരളത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ച ആളാണ്. ഇപ്പം ജോലി ചെയ്യണത് ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ 20 വർഷം കൊണ്ട് പത്തനംതിട്ട താമസിക്കുന്നു. അപ്പം പത്തനംതിട്ട താമസിക്കുന്നു 20 വർഷം. 2020 മേലായി. 2000-ലാണ് ഞാൻ പത്തനംതിട്ട വരുന്നത്. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും, ഞാൻ തിരുവനന്തപുരത്ത് അങ്ങ് എന്താണ് പാറശാല ആ ഭാഗത്തൊന്നും അല്ല എൻ്റെ വീട്. അതിനൊക്കെ ഒരുപാട് ഇങ്ങാണ്. നമ്മൾ കൊട്ടാരക്കര കഴിഞ്ഞ് കുറച്ചും കൂടെ പോയാൽ മതി എൻ്റെ സ്ഥലം. കൊട്ടാരക്കര അപ്പോൾ അങ്ങനെ അവിടെയാണ് എൻ്റെ സ്ഥലം. ഞാൻ ജനിച്ചത്, ഞാൻ വളർന്നതും ഒക്കെ. അപ്പോൾ ഈ പത്തനംതിട്ട ഞാൻ എൻ്റെ ജോലിയും പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പല പല വിഷമഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തരണം ചെയ്താണ് ഞാൻ പത്തനംതിട്ട ആ ഒരു കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, മാനസികമായിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ, കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പത്തനംതിട്ടോട്ട് വന്നത്. എൻ്റെ ചേച്ചി പത്തനംതിട്ട ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ പത്തനംതിട്ട വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ്. അപ്പം അങ്ങനെ അപ്പം ഈ പത്തനംതിട്ട എന്ന് ഈ തിരുവനന്തപുരം എന്ന് പറയുമ്പോഴേ അപ്പം ഞാൻ പലയിടത്ത് ജോലിക്ക് പോകുന്ന ആളല്ലേ. ഞാൻ പലയിടത്ത് ജോലിക്ക് പോകുന്ന ആളാണ്. ഒരു പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരുപാടടുത്ത് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. ഞാൻ പത്തനംതിട്ട അല്ലാതെ വേറെ അങ്ങോട്ടും ജോലിക്ക് പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാം, പത്തനംതിട്ടയും തിരുവനന്തപുരത്ത് വളരെ കുറച്ച് ഒരു 2-3 സ്ഥലത്ത് മാത്രമേ ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഫുള്ള് ഞാൻ ജോലി ചെയ്ത പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പം അവിടെ ചെല്ലുമ്പോഴെല്ലാം എന്നോട് ഓരോരുത്തർ സ്ഥലം ചോദിക്കുമ്പോഴത്തേനും ആദ്യം ഞാൻ പറയും പത്തനംതിട്ടയാണ്. എനിക്കിപ്പോഴും ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്താണെങ്കിലും എനിക്ക് ജീവിതത്തിൽ ഒരുപാട് സഹായങ്ങളും, ഒരു സഹായം എന്ന് പറഞ്ഞാൽ ജോലി കൊണ്ടുള്ള സഹായങ്ങളും പിന്നെ ആൾസഹായങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് പത്തനംതിട്ടയാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ തിരുവനന്തപുരത്തെക്കാളും എന്നെ ഞാൻ അറിയുന്നതുമായിട്ടുള്ള തിരുവനന്തപുരത്ത് അറിയത്തില്ലെന്നല്ല, എന്നാലും കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലൊക്കെ അറിയുന്നത് നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അവിടെ വരുമ്പോൾ ഓരോരുത്തർ നമ്മളോട് ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ചോദിക്കും എവിടാ സ്ഥലം. അപ്പോൾ ഞാൻ ആദ്യം പറയും, ഞാൻ എൻ്റെ ജന്മസ്ഥലം തന്നെ ഞാൻ പറയുന്നത് തിരുവനന്തപുരത്താണെന്ന് പറയും. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരും പറയും. അപ്പോൾ അന്നേരം ചോദിക്കും, അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ എങ്ങനെ വന്നു എന്ന് ചോദിക്കും. അവിടെ നിന്ന് ഇവിടെ വരെ എന്തൊരു പാട് കണ്ടോ, എൻ്റെ ഭാഷ കയറി വന്നത് നിങ്ങൾ കണ്ടോ, എന്തൊരു പാട്. ഒരു പാടുമില്ല. എനിക്ക് 2-2.5 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ അവിടെ നിന്ന് ഇവിടെ പത്തനംതിട്ട വരാം. ബസ്സിനാണെങ്കിൽ, കാറിലാണെങ്കിൽ കട്ടിൽ എളുപ്പത്തിൽ വരാം. ബസ്സിനാണെങ്കിൽ ബസ് അവിടെ ഇവിടെയൊക്കെ നിർത്തിയൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ 2 മണിക്കൂർ കൂടിപ്പോയാൽ 2.5 മണിക്കൂറേ എടുക്കത്തുള്ളൂ പത്തനംതിട്ട വരാനെ കൊണ്ട്.
അപ്പോൾ അവർ ചോദിക്കണ ചോദ്യമാണ്, ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതിൽ ഏതോ രാജ്യത്തുള്ള ആൾ ഇവിടെ പത്തനംതിട്ട വന്നു, പിന്നെ ഏതോ രാജ്യത്തുള്ള ആൾ ഇവിടെ വന്ന് താമസിക്കുന്ന പോലെ അവർ ചോദിക്കുന്നത്, എങ്ങനെ വന്നു? അതിൻ്റെ അർത്ഥം അന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ വന്നു, എൻ്റെ ചേച്ചീനെ കൊണ്ടുവന്നിട്ട് ഞാൻ വന്നു എന്ന് പറയാം. അപ്പം അതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, എന്താണ് ഇവരിങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മൾ നേരെ പോ അങ്ങനെ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ജോലി, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇപ്പോഴെന്താണെന്ന് നിങ്ങൾക്ക് എനിക്കങ്ങനെ മനസ്സിലായെന്നറിയാവോ? അത് ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാം. എനിക്കിപ്പം മനസ്സിലാവുന്നത്, ഇപ്പോഴും ചെല്ലുമ്പോൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. എൻ്റെ ഫോൺ കൈ പിടിച്ചിട്ട് ഭയങ്കര കഴപ്പ് കേട്ടോ. അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പിടിക്കുന്നത്. നമുക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഇങ്ങനെ പിടിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവരെന്താണ് ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? അതിൽ ഒളിഞ്ഞൊരു അർത്ഥം കിടപ്പുണ്ട്. അങ്ങനെ നിങ്ങളെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കണതിൽ ഒളിഞ്ഞൊരർത്ഥം കിടപ്പുണ്ട്. എന്താണെന്നറിയാവോ? എൻ്റെ ബാക്കിലോട്ട് ഞാൻ ഇവിടെ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ അതാണ് അവർക്കറിയേണ്ടത്. ഞാൻ എങ്ങനെ വന്നോ, ഒളിച്ചോടി വന്നോ, അതോ കെട്ടിക്കൊണ്ട് വന്നോ, പിന്നെ എങ്ങനാ വന്നത്, അതോ ഇനി ആരെങ്കിലും പീഡിപ്പിച്ചിട്ട് വന്നതാണോ എന്നൊക്കെ അറിയാനെ കൊണ്ടാണ് അവർ ഈ ചോദിക്കണത്. ഇപ്പം മനസ്സിലായോ? എങ്ങനെ വന്നെന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം അതാണ്. നിന്നെ ആരെങ്കിലും പീഡിപ്പിച്ചാണോ, അതോ നീ ആരോടെങ്കിലും ഒളിച്ചോടി വന്നതാണോ പത്തനംതിട്ടയിൽ എന്നറിയാനാണ് അവരത് ചോദിക്കണത്. ഇപ്പം മനസ്സിലായി. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ. ഞാനല്ലെങ്കിലും ഒരു കാര്യങ്ങളങ്ങ് കിഴിഞ്ഞിട്ടൊന്നും ചിന്തിക്കുന്ന ആളല്ല. ഇപ്പം ചിന്തിച്ച് വന്നപ്പോൾ എല്ലാവരും എന്തിനെങ്ങനെ ചോദിക്കണേ. അപ്പം അതിലൊരു ലവ് സ്റ്റോറിയൊക്കെ ഉണ്ടോ? നമുക്ക് അത് കേട്ട് രസിക്കാനൊരു ലവ് സ്റ്റോറിയൊക്കെ ഉണ്ടോ? ചേച്ചിമാരും ചോദിക്കും, ചേട്ടന്മാരും ചോദിക്കും. ചേച്ചിമാരാണ് കൂടുതൽ, എങ്ങനെ ഇവിടെ വന്നു, ആര് കൊണ്ടുവന്നു? വീട്ടിൽ ജോലിക്ക് ചെല്ലുമ്പോഴത്തേന് അത് ആര് കൊണ്ട് ചെന്നു, എങ്ങനെ വന്നു എന്നൊക്കെ അറിഞ്ഞാലും ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമൊക്കെ ഞാൻ പറയുമായിരുന്നു. പിന്നെ ചോദിക്കണേ, പിന്നെ ചിലർ ചോദിക്കും, എങ്ങനെ ഇവിടെ വന്ന് പെട്ടു? ഞാൻ പറഞ്ഞു, എന്തോ പെടാന്, തിരുവനന്തപുരം ഇവിടവും കൂടെ ആയിട്ട് എത്ര വ്യത്യാസമുണ്ട്? 1-2 മണിക്കൂറിൻ്റെ യാത്രയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതെന്ത് ഇത്ര പെടാന്? ഞാനങ്ങ് ഉഗാണ്ടയിലോ അല്ലെങ്കിൽ ഞാൻ വല്ല ആന്ധ്രയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്ന്, ചൈനയിൽ നിന്നോ അവിടുന്ന് അങ്ങോട്ട് വന്നാണോ ഇവിടെ? അല്ലല്ലോ. ഈ കൊച്ചു കേരളത്തിൽ വേറെങ്ങുമല്ല, ഈ പത്തനംതിട്ടയും പിന്നെ തിരുവനന്തപുരം കൂടെ അടുത്തടുത്ത ജില്ലകളാണ് അല്ലേ? പത്തനംതിട്ടയും തിരുവനന്തപുരം അടുത്തടുത്തുള്ള ജില്ലയാണ്. പിന്നെ കണ്ണൂരോ കാസർഗോഡോ ഒക്കെ ആണെങ്കിലും ചോദിക്കണതിൽ കുറച്ചുകൂടെ ഒരു ഇതുണ്ട്. അത്രയും ദൂരം നിന്ന് അങ്ങനെ അതെന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് പറയും. ഇത് ഇവിടെ അടുത്ത ജില്ലയാണ് തിരുവനന്തപുരം, പത്തനംതിട്ട ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ ചോദിക്കുക. അപ്പം അവർക്ക് അറിയേണ്ടത് അതിൽ ലവ് സ്റ്റോറി വല്ലതും ഉണ്ടോ, വല്ല ഒളിച്ചോടിയാണോ, ആരെങ്കിലും തട്ടിക്കൊണ്ട് വന്നതാണോ എന്നൊക്കെ അറിയാനെ കൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത്. പിന്നെ ഞാൻ ഇങ്ങനെ എന്നെ പിന്നെ എൻ്റെ ഭാഷ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങുമായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഭാഷ ഞാനങ്ങ് പാറശാല ആ സൈഡിലൊന്നുമല്ല എൻ്റെ സ്ഥലം. ഇത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് എൻ്റെയൊക്കെ കുറച്ചുകൂടെയൊക്കെ പോകേണ്ടി വരും. അങ്ങോട്ടാണ് എൻ്റെ സ്ഥലം. അല്ലാതെ പാറശാല പോലത്തെ വർത്തമാനമുള്ള സ്ഥലമല്ല. നോർമലി ഒരു മലയാളം തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പം ചിലപ്പോഴൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ഭാഷയൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ എന്നെ ആദ്യമൊക്കെ കളിയാക്കാൻ തുടങ്ങുമായിരുന്നു. ഇപ്പം എന്നോട് ചോദിക്കണത്, ഞാൻ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കത്തില്ല. അത്രയ്ക്ക് ഞാൻ ഇവിടുത്തെ ഭാഷയാണ് അത്രയ്ക്ക് നന്നായിട്ട് പറയുന്നത്. എനിക്ക് രണ്ടും പറയാൻ അറിയാം, നമ്മുടെ നാട്ടിലെയും പറയാൻ ഇതും അറിയാം. അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഇവിടെ എങ്ങനെ വന്ന് പെട്ടു, എങ്ങനെ വന്ന് ചാടി. ഞാൻ ചാടി എന്നൊക്കെ ചോദിക്കുന്നിടത്ത് ഞാൻ ചോദിക്കും, ഞാൻ ആകാശത്തൂടെ പറന്ന് കിടക്കുവാണ് താഴെ എടുത്ത് ചാടാൻ. പിന്നെ എനിക്കൊരു കാര്യമുണ്ട് കേട്ടോ, എന്നോട് എന്തെങ്കിലും മോശത്തരം എന്നോട് പറഞ്ഞുകൊണ്ടൊക്കെ വന്നാൽ ഞാൻ നല്ലതായിട്ട് മറുപടി പറയുന്ന ആളാണ്. ഞാൻ കേട്ടിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ മറുപടി പറയണവരെയാണല്ലോ ആർക്കും ഇഷ്ടമല്ലാത്തത്.
ഞാൻ നന്നായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കും. എൻ്റെ പിന്നെ ഇതൊക്കെ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അതിന് തക്ക മറുപടി ഞാൻ പറയും. അപ്പോൾ അവർക്ക് എന്നോട് ഇഷ്ടമില്ലാതാവും. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ജോലിക്ക് ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്ത് കൊടുത്താൽ പോരെ. അവരെന്തിനാ നമ്മൾ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ആര് കൊണ്ട് വന്നു, ഇതൊക്കെ അവരെ എന്തിനാ അറിയുന്നത്? അവരെ വീട്ടിൽ നമ്മൾ സുരക്ഷിതമായിട്ടാണ്, അല്ല അവർ നമ്മളെ സുരക്ഷിതമായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഓടി ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് എനിക്ക് ജോലി താന്ന് പറയുമല്ലോ. നമ്മുടെ സകല ആധാർ കാർഡും പിന്നെ സകല ഡീറ്റെയിലും എല്ലാം അവർക്ക് കൊടുത്ത് നമ്മൾ എഴുതി ഒപ്പിട്ട് നമ്മളെ കൊണ്ട് ഓഫീസിൽ നിന്ന് ഒപ്പിടിയിപ്പിച്ചാണ് അവരെ വീട്ടിലോട്ട് നമ്മളെ വിടുന്നത്. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും കിടക്കുന്ന എവിടെയെങ്കിലും താമസിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരെ വീട്ടിലോട്ട് നമ്മൾ ജോലി താന്നും പറഞ്ഞ് കയറി ചെല്ലുന്നതല്ല. നമ്മളെ സകല ഉത്തരവാദിത്തത്തോടു കൂടിയാണ് നമ്മൾ അവിടെ ആ ജോലിക്ക് നമ്മളെ കൊണ്ട് വിടുന്നത്. അല്ലാതെ പെട്ടെന്ന് അവരെ വീട്ടിലോട്ട് എനിക്ക് ജോലി തായോ എന്നും പറഞ്ഞ് ആരും ഓടി കയറി പോകുന്നത്. നമ്മുടെ സകല ആധാർ, തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്, പിന്നെന്താണ് നമ്മുടെ ഓഫീസിൻ്റെ സകല ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം അവർക്ക് അവർ എഴുതി നമ്മളെ കൊണ്ട് ഒപ്പിടിയിച്ച് പിന്നെ മാസാമാസം വാങ്ങിക്കുന്ന സാലറി നമ്മൾ കൈപ്പറ്റിയിരിക്കുന്നെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുത്ത് നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അവർ നമുക്ക് സാലറി തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെ വന്നു, ഏത് വഴി വന്നു എന്നൊക്കെ അവർക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളേതോ എങ്ങുന്നോ വന്ന ഒരാൾക്കാരെ കൂട്ടാണ് നമ്മളോട് അവർ പെരുമാറുന്ന അവർ സംസാരിക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് കിടക്കണം ഞാൻ, ഈ പത്തനംതിട്ടയിലോട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയെല്ലാം താമസിക്കുന്നവർ വേറെ ജില്ല വിട്ട് താമസിക്കാൻ പോകുന്നില്ലേ? എത്രയോ ജില്ലകൾ വിട്ട് എത്രയോ ആൾക്കാർ താമസിക്കുന്നു, സ്ഥലങ്ങൾ മാറി പോയി വീട് വെച്ച് താമസിക്കുന്നു. അവരോടൊന്നും ചോദിക്കണ്ട. വീട്ടിൽ ജോലിക്ക് ചെല്ലുന്നവരോട് മാത്രം ചോദിക്കണം, നിങ്ങളെങ്ങനെ ഇവിടെ വന്നു? അവരോടല്ലേ പറ്റുള്ളൂ. വീട്ടിലെ ജോലിക്ക് വരുന്നവരോടല്ലേ പറ്റുള്ളൂ. എന്തും പറയാം, എന്തും നമുക്ക് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു ധാരണകൾ മറ്റുള്ളവരുടെ അടുത്തൊന്നും ചെല്ലത്തില്ല. നല്ലത് കേട്ടോണ്ട് പോരും, അതുകൊണ്ട് ചെല്ലത്തില്ല. നമ്മളോട് അങ്ങനെ പറ്റത്തില്ലല്ലോ. അതൊക്കെ പണ്ടാണ്, ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാവരും പ്രതികരണശേഷിയുള്ള സ്ത്രീകളാണ് ഇപ്പോഴ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം എല്ലാവരോടും പറ്റില്ല. അപ്പം ഇപ്പം ബംഗാളികൾ വന്ന് നാട്ടിൽ നിൽക്കുന്നു. ബംഗാളി നാടായി, മലയാളി നാടല്ല, ഇപ്പം ബംഗാളി നാടാണിത്. ബംഗാളികളെ കൊണ്ട് പിന്നെ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. സന്ധ്യ കഴിഞ്ഞാൽ നമുക്ക് റോഡിലോട്ട് ഇറങ്ങി സഞ്ചരിക്കാൻ പറ്റില്ല. ബംഗാളികളെ കൊണ്ട് സിറ്റിയിലോട്ടൊക്കെ നമുക്ക് പോകാം, ആളും പേരുമുള്ള ടൗണിലോട്ടൊക്കെ പോകാം. അല്ലാതെ ഒരു ഇടവഴി കൂടെ നമുക്ക് പോകാൻ പറ്റുമോ? സന്ധ്യ കഴിഞ്ഞാലോ അല്ലെങ്കിൽ സന്ധ്യ ആകുമ്പോഴോ ഇവന്മാരിങ്ങനെ നിരന്ന് ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഒരു ഇടവഴി കൂടെ നടന്നു പോകാൻ പറ്റാത്തൊരു കാലമാണ് ഇപ്പം. ബംഗാളികളെ കൊണ്ട് ഇവരെയൊക്കെ നമ്മളങ്ങനെ വിശ്വസിക്കും. നാളെ നമ്മളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമ്മുടെ വീട്ടുകാർക്കും നമുക്കും പോകും, അല്ലാതെ അവർക്ക് നാട്ടുകാർക്കോ അല്ലെങ്കിൽ കേരളീയർക്കോ ആർക്കും ഒരു നഷ്ടമില്ല. അപ്പം ബംഗാളി നാട്ടിൽ നിന്ന് വന്ന് ബംഗാളിൽ നിന്ന് ഏതെല്ലാം രാജ്യത്ത് കിടക്കണ ഈ ഇവന്മാരിവിടെ വന്ന് കിടക്കുന്നു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. തമിഴർ വന്ന് കിടക്കുന്നു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഒരു മലയാളി പെണ്ണ് ഒരു മലയാളി വീട്ടിലോട്ട് ജോലിക്ക് ചെല്ലുക, അപ്പം ചോദിക്കും നിങ്ങളെങ്ങനെ വന്നു, എങ്ങനെ വന്നു, അങ്ങനെ വന്നോ, ഇങ്ങനെ വന്നോ, എന്തവാ ഇത്? ഒന്നുമല്ലെങ്കിലും മലയാളിയല്ലേ, സ്വന്തം കേരളത്തിലുള്ള ജനിച്ച് വളർന്ന ഒരു പെണ്ണല്ലേ. ഞാനല്ല, ഏത് പെണ്ണായാലും കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയല്ലേ. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് വന്ന് ചേക്കേറി വന്നതൊന്നും അല്ലല്ലോ ഇങ്ങനെ അങ്ങോട്ട് ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ. കുറേ ആൾക്കാർ പിന്നെ അവരെയൊക്കെ വീട്ടിൽ ആൾക്കാർ അതെല്ലാം രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നു. വീട്ടിൽ നിന്ന് മക്കളും മരുമക്കളും അല്ലെങ്കിൽ കൊച്ചുമക്കളും അല്ലെങ്കിൽ എല്ലാവരും അവിടെ ഇവിടെ എല്ലാം പോയി ജോലി ചെയ്തോരാ അല്ലയോ. ഏതെല്ലാം രാജ്യത്ത് പോയി ജോലി ചെയ്തിട്ട് വയസ്സായാണ് ഇപ്പം വീട്ടിൽ വന്നിരിക്കുന്നത്. അവരോടൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അവരൊക്കെ എന്തുവാ ഇതൊക്കെ എന്താ, ആരോട് പറയാനാണ് നമ്മൾ? ആരോട് നമുക്ക് പറയാൻ പറ്റൂല. അപ്പം അവരൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു, വേറെ എങ്ങോട്ടും പോയില്ല. നമ്മൾ മാത്രമാണ് അങ്ങോട്ട് വേറെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നത്, വേറെ ആരുമല്ല. എന്താ പറയണതിനൊക്കെ കുറച്ച് ഒരു ഇതൊക്കെ വേണ്ടേ മനുഷ്യന്മാർക്ക്? അപ്പം അത് വീട്ടു ജോലിക്ക് നിൽക്കണവരെ മാത്രം ഇങ്ങനെ ഒരു തെരഞ്ഞു പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. എന്താ പോയാലും കൊള്ളാം. അപ്പം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വേറൊരു നാട്ടിൽ, ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലോട്ട് ജോലിക്കാൻ വയ്യ, ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തോട്ട് ജോലിക്കാൻ വയ്യ,
അങ്ങനെയാണ്. കൊല്ലത്തുനിന്ന് കൊട്ടാരക്കരയിലോട്ട് ജോലിക്ക് പോകാൻ വയ്യ. അപ്പം ചോദിക്കും നിങ്ങളെങ്ങനെ അവിടെ വന്നു? ഞാനേ കൊല്ലത്തുനിന്ന് ഇപ്പം കൊട്ടാരക്കരയാണ് താമസിക്കുന്നത്. അയ്യോ നിങ്ങളെങ്ങനെ അവിടെ വന്നു? അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് കായംകുളത്താണ് ഇപ്പം താമസിക്കുന്നത്. എങ്ങനെ അവിടെ വന്ന് വിട്ടു? ലവ് സ്റ്റോറി ഉണ്ടോ അതിൻ്റെ പിന്നിൽ? അതറിയാനാണ്. ഒളിച്ചോടിയതാണോ ലവ് സ്റ്റോറിയാണോ? പിന്നെ ഓരോന്നോരോന്ന് ചോദിക്കും. ഭർത്താവ് എങ്ങനെ എവിടെയാ? എത്ര മക്കളുണ്ട്? പിണക്കോ ഭർത്താവുമായിട്ട് അത്ര ഇതല്ല എന്ന് പറയും. അങ്ങനെയാണോ? എന്തു പറ്റി? പിന്നെ പിന്നെ വേറൊന്നും പറയാനില്ല. എനിക്ക് ഇനി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റോറി ഈ അത് നാളെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അത് പിന്നെ പറയാം. ഇത് ഒത്തിരി വീഡിയോ ലോങ് ആയിപ്പോൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. എനിക്ക് ലൈക്ക് തീരെ കുറവാണ്. ലോങ് വീഡിയോക്കൊക്കെ തീരെ ലൈക്ക് കുറവാണ്, ഷോർട്ടിനും ലൈക്ക് കുറവാണ്. അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എന്ന് വലിയ അഭ്യർത്ഥന ഉണ്ട്. എനിക്ക് അഭ്യർത്ഥന ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും സഹായിക്കണം കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെയൊക്കെ പറയാനും ഒക്കെ അറിയുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വലിയ ആളൊന്നുമല്ല, ചെറിയ എളിയ ദാസിയാണ്. സബ്സ്ക്രൈബറൊക്കെ കുറവുള്ള ഒരാളാണ്. അപ്പം എന്നെ കളിയാക്കുന്നവർക്കും എന്നെ ചാനലിനെ കുറ്റം പറയുന്നവർക്കും ഒക്കെ നിങ്ങൾ ഒന്ന് സഹായിച്ച് അവർക്കൊക്കെ അവരുടെയൊക്കെ മുന്നിലെത്താൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. മുന്നിലെത്തണ്ട, എനിക്ക് പുറകിൽ നിന്നാൽ മതി. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. എനിക്ക് കമൻ്റ് ഇടുന്നവർക്ക് ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കുന്നവർക്ക് കൊടുക്കാറുമുണ്ട്. അപ്പം എല്ലാവർക്കും നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.